കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കക്കോടി മണ്ഡലം വൈസ് പ്രസിഡന്റ് പാർട്ടി വിട്ടു. കോഴിക്കോട് കക്കോട് പഞ്ചായത്ത് അംഗമായ രാജേഷ് എം.ടിയാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചത്. സിപിഐഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് രാജേഷിന്റെ തീരുമാനം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കക്കോടി ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒത്തുതീർപ്പിൽ പ്രതിഷേധിച്ചാണ് രാജേഷ് എം.ടി കോൺഗ്രസ് വിട്ടത്. 19ാം വാർഡിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MK രാഘവന് വെറും 59 വോട്ട് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇവിടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതാകട്ടെ 592 വോട്ടും. കോൺഗ്രസ് പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങിയെന്ന് രാജേഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ എലത്തൂർ ബ്ലോക്ക് സെക്രട്ടറിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എലത്തൂർ ബ്ലോക്ക് സെക്രട്ടറി. 5 വർഷം 3ാം വാർഡിന്റെ മെമ്പറായിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി 19ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വെറും 59 വോട്ടുകൾ മാത്രം നേടിയെന്ന് പറഞ്ഞാൽ അവിടെ വോട്ട് മറച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വിജയിക്കാൻ വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് DCC നേതൃത്വം ചരട് വലിച്ചുവെന്നും രാജേഷ് പറഞ്ഞു. DCC കൃത്യമായ നിർദ്ദേശമുണ്ട്, ജമാഅത്തുമായിട്ട് കൂട്ടുകൂടണം. അങ്ങനെയാണെങ്കിൽ ജമാഅത്തേക്ക് 5ാം വാർഡിൽ സ്ഥാനാർത്ഥി നിർത്താൻ പറ്റും. ജമാഅത്തേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള സ്ഥലമാണ് 5ാം വാർഡ്. അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു, സ്ഥാനാർത്ഥി അവിടെ പിൻവലിക്കുക ചെയ്തു. അപ്പോൾ കക്കോടിയിൽ ജമാഅത്തുമായിട്ട് നല്ല അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത് അത് DCCയുമായിട്ടുള്ള ധാരണ പ്രകാരം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു വന്ന രാജേഷിനെ CPIM കക്കോടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പതാക നൽകി സ്വീകരിച്ചു. എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടുകളെയും മറികടന്ന് തിളക്കമാർന്ന വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കക്കോടി ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമാക്കിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.